ഈ ജസ്ന സലീമിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീടൊരുങ്ങി അതുപോലെ തന്നെ ചിത്രം വരച്ച് എല്ലാരെയും പറ്റിക്കുകയും ചെയ്തു. ഇപ്പോഴെന്താണ് പറയുന്നത് നമ്മളെ താത്താന്നറിയാം, ഞാൻ തട്ട ഊരി എന്ന് പറഞ്ഞിട്ട് അങ്ങൊരു പ്രസ്താവന അങ്ങ് ഇറക്കിയതാണ്. ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല. 2 ദിവസം കാത്തു നിന്നു, ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടാ? ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. അയ്യേ, ഇതെന്തൊരു മനുഷ്യന്മാരടാ, ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അയ്യോ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് താത്ത തന്നെ എന്ത് ചെയ്തു എന്നറിയാം, ഒരുപാട് ഐഡിയ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഓരോരോ കമൻറ്റ് എഴുതാൻ തുടങ്ങി. നീ എപ്പോഴാണ് ഈ മുസ്ലിമായി, നീ എപ്പോഴാണ് ഈ തട്ട ഊരി വെച്ചിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേറെയൊന്നുമില്ല. അതായത് ഈ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജസ്ന സലീം എന്ന് പറയുന്ന താത്തയ്ക്ക് സ്ഥാനമുള്ളൂ. അതവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിങ്ങളാണ് കമൻറ്റ് എഴുതുന്നത് എന്നുള്ള വ്യാജേനെ ഉസ്താക്കന്മാരെയും മറ്റേവരെയും ഒക്കെ ഇങ്ങനെ എന്താ പറയുക വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇവരിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ടും ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ല. തട്ടൂരി വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഞാനിനി പിന്നെ എന്താ മുസ്ലിം മതത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ വാങ്ങിച്ച ടീമുകളൊക്കെ എല്ലാം മനസ്സിലായി ഇവൾ ഉടായ്പ തന്നെയാണ്. ഇവള് തട്ടോട്ട് വന്നത് ഇവളുടെ ഫോട്ടോ ചെലവാക്കാൻ വേണ്ടി തന്നെയാണ്, വേറെ ഒന്നിനുമല്ല. അതായത് തട്ട വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ചെലവാകുന്ന കൃത്യമായിട്ടും ജസ്നക്ക് അറിയാം. ഇതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്നല്ലേ? 2 ദിവസം മുമ്പ് നമ്മുടെ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെൻ്റെ ബിസിനസ്സാണ്, അല്ലാതെ ഇത് വേറെയൊന്നുമല്ല. ഞാൻ തട്ടുവിട്ടിട്ട് ബിസിനസ് ചെയ്തത് കൊണ്ട് ഒരുപാട്, അതായത് കൃഷ്ണൻ എല്ലാവരും വാങ്ങിച്ചു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാൻ തട്ടുവിടാതെ വന്നു കഴിഞ്ഞാലോ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണനെ വരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ താത്തയെ കാട്ടി നല്ല രീതിയിൽ കൃഷ്ണനെ വരച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നല്ലേ നിങ്ങളൊരു ഫോട്ടോ വാങ്ങിക്കേണ്ടത്? അവിടെ നിന്നല്ലേ അവർക്കൊരു സഹായമാകില്ലേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഗുരുവായൂർ അമ്പലത്തിൽ കച്ചവടം വെക്കുന്ന സ്ഥാപനം ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് അതുകൊണ്ട്. അപ്പൊ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. നിങ്ങൾ അവരോട് എടുക്കുന്നൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു ഗുണമാകും. അതുമാത്രമല്ല ഗുരുവായൂർ അപ്പം നിങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ സ്ത്രീയുടെ എടുക്കുന്ന ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടുന്നത്? ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരാൾക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി വന്നില്ലേ? അതാര് കാരണമാണ്? ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ ബിസിനസ് മോഹം തന്നെയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇവരെ കണ്ണനെ ഉപയോഗിക്കുന്നത്, അതുപോലെ അവിടെ ബർത്ത്ഡേ ആഘോഷം നടത്തുന്നത്, പിന്നെന്ന് പറഞ്ഞ് കേക്ക് മുറിക്കുന്നത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ തട്ടമിട്ടിട്ട് അവിടെ കിടന്ന് കളിക്കുന്ന ഗോഷ്ഠികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഗോഷ്ഠികളൊക്കെ കളിച്ചത് എന്തിനാണ്? ഇവരുടെ ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവരുടെ കണ്ണനെ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു തുക കിട്ടും. അത് ആ ഒരു ബിസിനസ് ഐഡിയ കണ്ടിട്ട് മാത്രമാണ് ഇവർ ഈ കളി കളിച്ചത്. അപ്പോൾ തട്ടമിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങിക്കുകയും ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ ഉസ്താക്കന്മാരെ 4 തെറിയും പറയാം. ഉസ്താക്കന്മാർ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ, അതായത് ഞാൻ ഈ തട്ടമിട്ടിട്ട് കൃഷ്ണനെ വരച്ചത് കൊണ്ട് ഉസ്താദിൻ്റെ അടുത്ത് നിന്നും എൻ്റെ മക്കൾക്ക് വരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ വന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കൊരക്കുകയാണോ വേണ്ടത്? പക്ഷേ ഞാൻ അന്വേഷിച്ചെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരും മൈൻഡ് പോലും ചെയ്യാറില്ല. അതായത് ഇവർ തട്ട ഇട്ട് വരച്ചു എന്നോ അല്ലെങ്കിൽ ഇടാണ്ട് വരച്ചു എന്നോ, ഇനി എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ശരി, ഒരു മുസ്ലിംസ് പോലും ഇവരെ പറ്റിയിട്ട് ഇതുവരെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവരെ പറ്റിയിട്ട് മോശമായിട്ടും പറയലില്ല. ഇവരെ പറ്റിയിട്ട് ഇപ്പോഴും മോശമായിട്ട് പറയുന്നത് ആരാണ്? ഇവരെ എടുത്തുകൊണ്ട് നടന്ന കുറേ ഹിന്ദുക്കളുണ്ട്. ഇവരാണ് ഇപ്പോഴും ഇവരെ മോശം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പം ഇതിനിടയ്ക്ക് ഒരു ജീവനൊടുക്ക് നാടകമൊക്കെ കണ്ടല്ലോ. അതിനാരാ കാരണം? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കൂട്ടത്തിലുള്ള ഇവരെ താങ്ങിപ്പിടിച്ചുകൊണ്ട് നടന്ന കുറച്ച് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതായത് ഇവരെ തട്ടവിട്ടിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചു, നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ടുപോയി നല്ലൊരു വീട് വെച്ചു, ഇപ്പോൾ കാറ് വാങ്ങിച്ചു, ഇതൊക്കെ നമ്മുടെ പൈസയാണെന്ന് ഈ മണ്ടന്മാർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്ക് പറ്റിച്ചു എന്ന് പറയേണ്ടി വരും. എന്നിട്ട് ഇപ്പോഴേ ഈ തട്ട ഊരി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീണ്ടും ഇവരുടെ പ്രീണനം കിട്ടും എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നത്. നോക്കുമ്പോഴേക്കും ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ആ മൈൻഡ് ചെയ്യാത്തത് വലിയ വിഷമത്തിനിടയാക്കി ഇപ്പോഴും പല കോപ്രായങ്ങളും യൂട്യൂബ് കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അപ്പോൾ ഈ തട്ട ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് തട്ട ഉപേക്ഷിച്ച എന്നാൽ പിന്നെ നാളെ ലീവ് കൊടുക്കാന്നല്ലേ, എല്ലാ സ്കൂളുകൾക്കും നാളെ ലീവാന്നേ, ജസ്ന സലീം തട്ട ഉപേക്ഷിച്ച് എന്ന് പറയുന്ന ഈ സ്ത്രീ വിചാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ നിൽക്കുന്ന ഈ നമ്മുടെ ഹിന്ദു സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും തമ്മ തല്ലിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവർ നടത്തി പോകുന്നത്.
അതായത് ഇവിടെ കുറേ നികൃഷ്ട ജീവികളുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പം അവരെ മാത്രം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവർ കുറ്റം പറയുക. അപ്പോൾ ആ മതത്തിൽ നിന്നും വന്ന് കുറ്റം പറയുന്ന ആളായിട്ട് അവർ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്, അല്ലാതെ ഒരു ഉണ്ടായിട്ടല്ല. ഇപ്പം ജസ്ന സലീം മീൻ്റെ അകത്ത് വന്നിട്ട് തട്ട് ഇട്ടുപോലും ഇട്ടില്ല പോലും. ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തട്ടമിട്ടവരൊന്നും മുസ്ലിംസ് ഒന്നുമല്ല. തട്ടമിട്ടവരും പറതിയിട്ടവരും മുഴുവൻ മുസ്ലിംസ് ആണോ? ഒരിക്കലുമല്ല. അതൊക്കെ ഇന്ന് എന്ന് പറഞ്ഞാൽ പല പ്രവർത്തനങ്ങൾക്കും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഹിന്ദു ആണോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ക്രിസ്ത്യനാണോ എന്ന് പോലും മനസ്സിലാവില്ല. എന്തിനധികം പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ വരെയുണ്ടാവും അവരെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റുമോ? ചിലപ്പോഴേ ആ പർദ്ദ ഊരിക്കഴിഞ്ഞാൽ അവരെ ചിലപ്പോഴും ഹിന്ദു ആയിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സൗകര്യമാണ്. അതുപോലെ ജസ്ന സലീം ഈ ഒരു സംഭവം, അതായത് ഈ തട്ട ഉപയോഗിച്ച് എന്തിനാ മുസ്ലിമായിട്ട് നിൽക്കാല്ല, മുസ്ലിമായിട്ട് അഭിനയിച്ചുകൊണ്ട് മറ്റവരെ അടിയെ പറ്റിക്കുക, അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിലിവർ വിജയിച്ചില്ല എന്നും പറയുന്നില്ല. അപ്പോൾ ഇപ്പോഴും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താത്തക്ക് ഭയങ്കര ഡിമ്മാണ്. മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് താഴ്ന്നു പോയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ കയറി വരണമെങ്കിൽ എന്തെങ്കിലും ഒരു മായാജാലം കാണിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ആരും കുറ്റവും പറയുന്നില്ല. കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ജീവനൊടുക്കൽ നാടകം, എവിടെയെങ്കിലും ഞരവ് മുറിക്കുക, ഇല്ലെങ്കിൽ ഗിരിഗിരിയാക്കുക, ഇതൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം അതും ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാടകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്നറിയാം, നീ ചത്തില്ലേ ഇനിയും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുപോലെ ആയിരിക്കുന്നത്. ഇപ്പോഴൊരാൾക്ക് പോലും വേണ്ട, ഒരാൾക്ക് പോലും മൈൻഡും ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പോഴും യൂട്യൂബിലോ മറ്റേ ഇതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയയിലോ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരാൾ ഈ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയിട്ടോ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ പിന്നെ മുസ്ലിംസിലേക്ക് പോയിട്ടോ, മുസ്ലിമുകൾ ഹിന്ദുക്കളിലേക്ക് വന്നിട്ട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർ നല്ല വ്യക്തികളല്ല. അവരെ ഒരു കാരണവശാലും അവരെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മ തല്ലിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്മയോടുകൂടി വാഴണം എന്നൊന്നുമല്ല. ഇപ്പോൾ ഉസ്താക്കന്മാർ ഇവർ വല്ലതും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഉസ്താക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്? അതായത് കുട്ടികളെ പഠിപ്പിക്കാണ്ട് നിന്നിട്ടുണ്ടോ? അല്ല വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമവും കോടതിയും ഒക്കെ ഇല്ലേ? അവിടെ പോയിട്ടാണ് കേസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഉസ്താദിനാന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് പറയുകയല്ല വേണ്ടത്. ഏതായാലും ആ ഉസ്താദിൻ്റെ ശാപം നല്ല രീതിയിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് പോലും വേണ്ടാതായില്ലേ, ഒരാൾ പോലും മൈൻഡ് ചെയ്യാതായില്ലേ. അപ്പോൾ ഇവർ വിചാരിക്കുന്ന റേഞ്ചൊന്നും ഈ തട്ടം അയച്ചപ്പോൾ കിട്ടിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഒരു വലിയ കരച്ചിൽ തന്നെയാണ്. കാരണം തട്ടം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും വില കിട്ടിയിരുന്നു. ഇപ്പം തട്ടവും കൂടി അയച്ചു കഴിഞ്ഞതിൻ്റെ ഇപ്പം ഇനി ഇതെടുത്ത് ഇടാനും പറ്റൂല. അയ്യോ എൻ്റെ ഭഗവാൻ, ഇനി എന്ത് ചെയ്യാനെന്ന്. ഇപ്പോൾ ഈ തല തോർത്തുക പോലും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അബദ്ധത്തിൽ അടി ഇട്ട് കഴിഞ്ഞാൽ തട്ടയ്ക്ക് മാറിയിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ തട്ട് ഊരി വെച്ചത് ഏറ്റവും വലിയ അബദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ സ്ത്രീക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പല കോപ്രായങ്ങളും പലരെയും പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കമൻറ്റുകളുമായിട്ട് വരും. ദയവ് ചെയ്തിട്ട് മുസ്ലിം സഹോദരങ്ങളോ അതുപോലെ തന്നെ നല്ലവരായ ഹിന്ദു സഹോദരങ്ങളോ ഇതിൻ്റെ അകത്തൊന്നും വീണ് പോകരുത്. നിങ്ങൾക്കൊരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ഇഷ്ടംപോലെ ഫോട്ടോ വിൽക്കുന്ന പാവങ്ങളുണ്ട്, ഒരെണ്ണം വാങ്ങിച്ച് സഹായിക്കടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കമൻറ്റ്, ഒരു ലൈക്ക് നിർബന്ധമായിട്ടും എനിക്ക് വേണം. നന്ദി, നമസ്കാരം.